പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു നിർമ്മാതാവ് സാന്ദ്ര തോമസ് ശരിവെക്കുന്നു. സംവിധായകൻ വിനയൻ വിനയൻ ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള എന്തെങ്കിലും എതിർപ്പിന്റെ പേരിൽ പറയുന്നതെന്ന് വെച്ചാൽ സാന്ദ്ര തോമസ് അത് ശരിവെക്കുകയാണ്. അട്ടിമറിൽ അന്വേഷണം വേണമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഉണ്ണി ശിവപാലിന്റെ കേവലം ഉണ്ണികൃഷ്ണൻ പറയുന്ന മട്ടിൽ ഒന്നും അറിയാത്ത ഒരാളുടെ എന്തോ ഒരു ആരോപണം എന്ന് ഏതോ വഴിക്കൂടെ പോയൊരു ആരോപണം എന്ന നിലയ്ക്ക് കാണേണ്ടതാണോ എന്ന് സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിന് ആപ്പ് എന്താണെന്നും ആപ്പിന്റെ സാങ്കേതികത്വം എന്താണെന്നും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നുവെന്നും അതിനുള്ള തെളിവുകളുണ്ടെന്നും ഉണ്ണി ശിവപാൽ പറയുമ്പോൾ അത്തരത്തിലൊരു ഒഴുക്കൻ കമന്റിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പോലും ശരിയാവുമെന്ന് അറിയില്ല. എന്തായാലും കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ പിന്തുണ ഉണ്ണി ശിവപാലിനുണ്ട്. ഈ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അട്ടിമറിച്ചതിലൂടെ നടക്കുന്നത് വൻ കൊള്ളയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് 24-നോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരാണ് അട്ടിമറിക്ക് പിന്നിലെന്നും സാന്ദ്ര തോമസ് അറിയാമായിരുന്നു. അന്ന് നമ്മളോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതാണ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതാണ്. അന്ന് ഭയങ്കരമായി അട്ടിമറിക്കപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? അത് ഉണ്ണികൃഷ്ണനാണോ അങ്ങനെ ചെയ്തതെന്നുള്ളത് അതിപ്പം ഉണ്ണി ശിവപാൽ പറഞ്ഞു തന്നെയാണ് അന്നും അറിയാവുന്നത്. ഉണ്ണി ശിവപാലിന്റെ ആരോപണം ശരിവെക്കുകയാണ് സംവിധായകൻ വിനയനും. ഉണ്ണികൃഷ്ണൻ ഇടപെട്ടു എന്ന് എന്നോട് ഉണ്ണി ശിവപാൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തെന്നും കൂടെ അന്വേഷിക്കണം. കോടിക്കണക്കിന് രൂപയുടെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ചെറിയ ആരോപണമല്ല ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഉത്തരം പറയണം. ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം സർക്കാരിന് കീഴിൽ തന്നെ വേണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് പറഞ്ഞു. അട്ടിമറി ആരോപണം അന്വേഷിക്കണമെന്നും ആവശ്യം. ഗവൺമെന്റ് അത് നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചതാണ്. അതൊരു ഘട്ടത്തിൽ അത് ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ കിടന്നു. ടെൻഡറിലെ അട്ടിമറി ശരിവെക്കുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക്കും. സർക്കാരിന്റെ ഓൺലൈൻ ടിക്കറ്റിംഗ് ആപ്പിനേക്കാൾ മികച്ചതായിരുന്നു ഉണ്ണി ശിവപാൽ നിർമ്മിച്ച ആപ്പെന്ന് തിയേറ്റർ ഉടമയും ഫിയോക് ഭാരവാഹിയുമായ സുരേഷ് ബാലാജി. ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ അതിനേക്കാളും ഫാർ ബെറ്റർ ആണത്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കൈരളിയിലും ശ്രീയിലും ആക്ച്വലി ഉപയോഗിച്ചു ഫ്ലോപ്പായ ഒരു സോഫ്റ്റ്വെയർ അത്. അട്ടിമറി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 കൊച്ചി.